ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൊരു പഞ്ചാബി സ്റ്റൈൽ ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ബോണോട് കൂടിയാണ് ഞാൻ എടുത്തത്. ബോൺലെസ് ആണെങ്കിലും കുഴപ്പമില്ല, ഏതാണോ ഇഷ്ടം അതെടുക്കാം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ലൈം ജ്യൂസ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. നമുക്ക് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി 1/2 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് തിളച്ച് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി, 1 കഷ്ണം ജാതിപത്രി, 3 ഏലക്കായ, 1/2 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം പട്ട, 2 തക്കാളി, 1 സവാള. തക്കാളിയാണ് കൂടുതൽ എടുക്കേണ്ടത് സവാളിനേക്കാളും. അതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഇത് കുക്കായി ഞാൻ മൂടി വെച്ചതായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അരച്ചെടുക്കാം. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഉരുക്കിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരുപാട് മൂപ്പിച്ചൊന്നും എടുക്കണ്ട, ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ചിക്കൻ കുക്ക് ചെയ്യുമ്പം കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചിക്കന് വല്ലാതെ വെള്ളം ഇറങ്ങി വരും. ഞാനിപ്പം കുറച്ച് സ്ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുറച്ചധികം ചിക്കനിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി വന്നാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ട് വെള്ളം വറ്റിച്ചെടുക്കണമെന്ന് മാത്രം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്നത്. ചിക്കനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറിയ ജൂലിയൻ കട്ടായിട്ട് മുറിച്ചെടുത്തതും 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു നല്ല മൂത്ത മണം വരുമ്പോഴാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം പോയി നല്ലൊരു മൂത്ത മണം വരും. അതുവരെ വഴറ്റി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് വറ്റി ഇങ്ങനെ ബബിൾസ് പോലെ വരും. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഗ്രേവി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചതിന് ശേഷം ബാക്കിയുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ അരച്ചതുകൊണ്ട് തന്നെ മിക്സിൻ്റെ ജാറിലും മുടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അരപ്പ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സിയിൽ ഒന്നും കൂടെ അടിച്ചെടുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. ഓൾറെഡി കുക്കായ ചിക്കനാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ. ഇത് 2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് അമൂലിൻ്റെ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഒരു ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബട്ടർ ചിക്കനിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയതും. അതുകൊണ്ട് തന്നെ ടേസ്റ്റും നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മളൊരു പുറത്തൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലുള്ളൊരു ബട്ടർ ചിക്കനാണിത്. ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ചപ്പാത്തി, പൊറോട്ട, നാണ്, ബട്ടൂര, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ് എല്ലാറ്റിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവിയാണ്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലൊക്കെ തൂവി ഒന്ന് ഗാർണിഷ് ചെയ്യാം. കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ സെർവ് ചെയ്യുമ്പോൾ വെച്ച് കൊടുത്താൽ കാണാനും നല്ല ലുക്കായിരിക്കും. കഴിക്കുമ്പോൾ ബട്ടറിൻ്റെയും കൂടെ ടേസ്റ്റ് കുറച്ചും കൂടെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.